ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടം പറയാനുണ്ട്. എനിക്കിപ്പോ പൊതുമരാമത്ത് വകുപ്പിന്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. കടപുടുന്ന് ഇവിടെ കടപുടുന്ന് മാറ്റാതെ. ഹുസൈൻ ഖാനെ പല ആളുകൾക്കും അറിയാം എന്റെ വീഡിയോ കണ്ടാല്. അപ്പൊ ഇതാണ് മൂപ്പര അവസ്ഥ. ഓയ് അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അറിയോ? അറിയാവുന്ന ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഹായ് സുഹൃത്തുക്കളെ, ആരിസ് വൈദ്യരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതാ ഹുസൈൻ ഖാന്റെ അടുത്താണ്. നമ്മളെ മേപ്പാടി ടൗണിന്റെ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഹുസൈൻ ഖാൻ. അതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാം. അപ്പൊ മൂപ്പർക്ക് എന്തോ ഒരു സങ്കടം പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിർത്തിയപ്പോ അതിനോട് ഇങ്ങനെ പറയാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, പോണ പോക്കിൽ നിങ്ങളത് കണ്ടപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടം പറയാനുണ്ട്. എനിക്കിപ്പോ പൊതുമരാമത്ത് വകുപ്പിന്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. കടപുടുന്ന് ഇവിടെ കടപുടുന്ന് മാറ്റാതെ. എനിക്കാണെങ്കിൽ കൊണ്ടുവെക്കാൻ സ്ഥലം വേറെ ഇല്ല. ഇതിന്ന് കിട്ടിയിട്ട് വേണം എന്റെ വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾക്ക് കാലുകൊണ്ട് ചെയ്യാത്താണ് മോന് ഡയാലിസ് ചെയ്ത് കൊടുക്കാൻ. ഇതിന്ന് വേണം, ഇതിന്ന് കിട്ടിയിട്ട് വേണം. അപ്പൊ നോക്കുമ്പോ ഒരു നോട്ടീസ് തരുമ്പോ ഞാൻ ഓരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ പൊതുമരാമത്തിന്റെ ആൾക്കാരെ വന്നു. അപ്പൊ ഓല് പറയുന്നത് ഓർക്ക് തരാനുള്ള അധികാരമുള്ളൂ, ഈ നോട്ടീസ് ഇങ്ങനെ ഏൽപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഓർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കളക്ടറെ പോയി കണ്ട് കളക്ടർക്ക് അപേക്ഷ കൊടുത്ത് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. മേപ്പാടി പഞ്ചായത്ത് ഓഫീസും കൊടുത്തിട്ടുണ്ട്, അതിനും മറുപടി കിട്ടിയിട്ടില്ല. ഇതിപ്പോ എവിടെ കൊണ്ട് വെക്കാന്ന് എനിക്കൊരു പുസ്തകം കിട്ടുന്നില്ല. ഇതില്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കാര്യം കഷ്ടമാണ്. എനിക്ക് തന്നെ 2 കാലും ഇല്ല, എന്റെ ഭാര്യക്ക് ഒരു കാലിന് ചോദില്ല. ഞാൻ പരിചയപ്പെടുത്താത്ത തന്നെ നിങ്ങളെ ഈ വീഡിയോ ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അന്ന് ഇതിന് മുമ്പിന്റെ വീഡിയോയിലൊക്കെ നോക്കി അറിയാം. മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ബാറ്ററിയൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച് തന്നിട്ട് ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല, അത് നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളാണ് അത് തന്നിരുന്നത്. അപ്പൊ ഞാൻ പല വീഡിയോസിലും മൂപ്പരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏരിയ മറന്നു പറയും. നമ്മൾ ഹുസൈൻ ഖാൻ ഇട്ടത്. അപ്പോ പല തവണ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ വരുമ്പോൾ എനിക്ക് ഹുസൈൻ ഖാൻ ഒന്നും കാണാതെ പോകാൻ തോന്നൂല. അപ്പൊ ഹുസൈൻ ഖാന്റെ ഒരു സങ്കടമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇത് ഈ കട ഇവിടെ നിർത്തി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ അധികാരികളെ നിങ്ങളോടാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു കാല് വരെ സ്വാധീനമില്ലാത്ത, ആരോഗ്യപ്പെട്ട് സ്വാധീനമില്ലാത്ത ഹുസൈൻ ഖാന്റെ കടയാണിത്. മേപ്പാടി ഈ വളവിൽ തന്നെ, മേപ്പാടി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് ചുണ്ട റോഡിന് വരുന്ന വളവില്. അപ്പൊ മോനക്ക് എന്താ പറ്റി? മോന് ഡയാലിസ് പറഞ്ഞ അവന് 2 കിഡ്നി ചുങ്ങിപ്പോവാ. അപ്പൊ 2 വർഷമായി. 2 വർഷമായി. എവിടെ കാണിക്കുന്നത്? ബിംസിലാ. അതിലിപ്പോ നല്ലൊരു സംഖ്യ വേണ്ടേ? പൈസ വേണം. അത് മാസത്തില് ഒരു മാസമാകുമ്പോ ഒരു 10-11 ട്രിപ്പൊക്കെ വരും മാസം. അതിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മളെ തങ്ങൾ മെഡിക്കൽസിൽ നിന്ന് മരുന്നും ഇഞ്ചക്ഷനൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇതിപ്പോ ഇൻഷുറൻസ് ഡയാലിസ് ചെയ്യും, മറ്റേ ഇഞ്ചക്ഷൻ്റെ അതിൻ്റെ കോയിൽ കോഴ്സൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അതാണ് സ്ഥിതി. അപ്പം അവൻ്റെ കാര്യത്തിൽ 2 കിഡ്നി തൂങ്ങി പോവുകയാണ്. ഒരു കിഡ്നി ഇപ്പോൾ ഒന്ന് മാറ്റാണെങ്കിൽ തന്നെ നല്ലൊരു പൈസ വേണം. അപ്പോൾ കോഴിക്കോട് ഇക്രയിൽ ഞാൻ ഒരു പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് ഒക്കെ വിളിച്ചപ്പോൾ അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു 10-15 ലക്ഷം ഉറുപ്പിക കയ്യിലുണ്ടെങ്കിൽ നടത്താം. അതിനൊന്നും നിർത്തിയില്ല. അതിനാണ് ഇടങ്ങറായി നിൽക്കുകയാണ്. ഇപ്പോൾ മോൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് പിന്നെ വഷളായി ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 2 ആള്. 2 ആളല്ലേ? മൂത്തവനാണിത്. ചെറിയവന് ഞാൻ കൽപ്പറ്റ മുണ്ടേരി ഒരു ഹോട്ടലിൽ നിന്നൊക്കെ വർക്ക്ഷോപ്പിൽ കയ്യാളായിട്ട് പോവാണല്ലേ. അല്ലാതെ വീട്ടിലത്തെ കാര്യം എന്നെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെറിയ കട വെച്ച് അതിന് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ? അതിന്റെ ഇടയ്ക്കാണ് ഈ കട മാറ്റണം എന്നും പറയുന്നത് അല്ലേ? പിന്നെ ഈ കട ഒന്നും നിങ്ങൾ ഒഴിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒഴിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഒരു കുഴപ്പമില്ലാതെ പിന്നെ ആരോഗ്യ പ്രശ്നമില്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ കടകൾ 100 മീറ്ററിൽ 3-4 കടകൾ വെറുതെ വേറൊരാൾ വരാതൊക്കെ മടി പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇതുകൊണ്ട് മാത്രം ജീവിക്കണം. മാത്രമല്ല മോനക്ക് ഡയാലിസ്, പിന്നെ 3 ഡയാലിസാണ് മോൻ ചെയ്യണത് ആഴ്ചയിൽ. ഭാര്യക്കാണെങ്കിൽ ഇതേമാതിരിയുള്ളൊരു പിന്നെ ആളാണ് ഭാര്യ. മൂപ്പർക്കും അത് കാലിന്റെ ആരോഗ്യപ്പെട്ട് സ്വാധീനമില്ല. ചൂരൽമലന്ന് റേഡിയോനും മറ്റും നന്നാക്കിക്കൊണ്ടിരിക്കണ ഒരു കട ഉണ്ടായിരുന്നു. അത് ഒലിച്ചു പോയതിന് ശേഷം ആരോ നല്ലവരായ സുഹൃത്തുക്കൾ ചെയ്തു കൊടുത്തൊരു കടയാണിത്. അപ്പൊ ഇത് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞതിന്റെ ടെൻഷനിലാണ് മൂപ്പര്. അപ്പോ ഇത് അധികാരികൾ കാണുകയാണെങ്കിൽ ഇത് ഒരു ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് ഇളവ് കൊടുക്കണം എന്നാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. മോനിപ്പോ എവിടെയാണ് കാണിക്കുന്നത്? മോന് ബിംസില് ഇന്ന് പോണം ഡയാലിസ് ചെയ്യാൻ. വെള്ളിയാഴ്ച പോയി വന്നാണ്, ഇന്ന് പോണം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊരു ചാരിറ്റി വീഡിയോ ഒന്നും ആണെന്ന് ആരും കരുതണ്ട.
പിന്നെ കാരണം ചാരിറ്റി വീഡിയോ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറ്റി മാറ്റി പോവാണ്. കാരണം നമുക്കുള്ളൊരു അനുഭവം പറയുന്നത് അത് മൂപ്പരെ പല തവണ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. മൂപ്പർക്ക് ഇവിടെ ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ലേറ്റ് പിന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് മുമ്പ് പറഞ്ഞാണല്ലോ. ഇതിൽ കച്ചവടം ചെയ്തിട്ട് വേണം മൂപ്പർക്ക് കണ്ട നിലത്തുനിന്ന് ആകെ 6 ഇഞ്ച് ഉയരേ ഉള്ളൂ. കാരണം മൂപ്പര് ഈ അവസ്ഥയിൽ മൂപ്പർക്ക് ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട് പാമ്പ് വരെ ഇതിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. എന്നാലും മൂപ്പര് ഉപജീവന മാർഗം കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഹുസൈൻ ഖാനെ പല ആളുകൾക്കും അറിയാം എൻ്റെ വീഡിയോ കണ്ടാല്. അപ്പൊ ഇതാണ് മൂപ്പര അവസ്ഥ. അപ്പൊ ഈ കട ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനിപ്പോ പിന്നെ PWD നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് കലക്ടറേയും എല്ലാരും പോയി കണ്ടതാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അതെ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇത് പിന്നെ പുറമ്പോക്ക് ഭൂമിയായിരിക്കും. ഇങ്ങോട്ട് നീക്കി കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥന്മാരോട് അറിയിക്കുന്നു. അപ്പൊ മൂപ്പര് ആ ഒരു മോന്റെ ഡയാലിസിന് തന്നെ മൂപ്പര് ഇതിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലും തുച്ഛമായത് കിട്ടിയിട്ട് വേണം ചെയ്യാൻ. മോനൊരു ഓട്ടോറിക്ഷ ഉണ്ട്, പക്ഷെ ഓട്ടോറിക്ഷ പോകാൻ പറ്റില്ല. 3 പിന്നെ ഡയാലിസ് ആണ് ആഴ്ചയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ കട ഇവിടെ നിന്ന് എടുത്ത് മാറ്റരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പിന്നെ മൂപ്പര് നമ്പർ ഇതിൽ കൊടുക്കുക. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എത്തിച്ചു കൊടുക്കും വേണം. അതാ ചൂരൽമല പീടിക എന്നൊക്കെ എഴുതിയൊരു ഇതാണ്. അതൊരു സഹായം ആരോ ചെയ്ത കടയാണിത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഹുസൈൻ ഖാൻ കഥ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഇത് അധികാരികളിലേക്ക് എത്തിച്ച് ഈ കട ഇവിടെ നിന്ന് എടുത്ത് മാറ്റാതെക്കാനുള്ളൊരു സംവിധാനം ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. ഓക്കെ.